നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബയോളജിയുടെ റിവിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ബയോളജി എത്ര വേഗം തീർത്തിട്ട് അടുത്ത സബ്ജക്ട്സ് റിവൈസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് അതിൽ ഞാൻ പറയാനുണ്ടായിരുന്നു. പേസ് മേക്കറിനെ പറ്റിയിട്ടാണ്. പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഹൃദയത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? സൈനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറാണ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ്. കൃത്രിമ പേസ് മേക്കറിൻ്റെ ശസ്ത്രക്രിയ 1960 മുതലാണ് ആരംഭിക്കുന്നത്. പിന്നെ മനുഷ്യനിൽ ദ്വിപര്യനമാണ് മനുഷ്യനിൽ നടക്കുന്ന രക്തപര്യനം എന്ന് പറഞ്ഞത്. ഇടത് വെൻട്രിക്കിൾ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് സിസ്റ്റമിക് പര്യനവും, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സിസ്റ്റമിക് പര്യനവും, പിന്നെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് പൾമണറി പര്യനവും. അങ്ങനെ രണ്ട് പര്യന വ്യവസ്ഥയാണ്. മഹാധമനി, മഹാസിര എന്നിവ ദ്വിപര്യന വ്യവസ്ഥയിൽ സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. മഹാധമനിയും മഹാസിരയും സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. ശ്വാസകോശ സിരയും ശ്വാസകോശ ധമനിയുമാണ് പൾമണറി പര്യനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹൃദയത്തിൻ്റെ അറകൾ എന്ന് പറഞ്ഞാൽ വലത് ഏട്രിയവും ഇടത് വെൻട്രിക്കിൾ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സിസ്റ്റമിക്. പൾമണറിയിലാണെങ്കിൽ തിരിച്ച് ഇടത് ഏട്രിയത്തിൽ തുടങ്ങി വലത് വെൻട്രിക്കിൾ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കും. അങ്ങോട്ടോട്ട് മാറണ്ട. സിസ്റ്റമിക് പര്യനത്തിൽ ഇടതെന്ന് തുടങ്ങണേ, ഇടത് വെൻട്രിക്കിൾ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുമായിരിക്കും സിസ്റ്റമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇടത് വെൻട്രിക്കിളും വലത് ഏട്രിയും. പൾമണറി എന്ന് പറയുമ്പോൾ വലത് വെൻട്രിക്കിളും ഇടത് ഏട്രിയും കേട്ടോ. പിന്നെ ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളെ പോർട്ടൽ സിരകൾ എന്ന് വിളിക്കും. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളൊക്കെ ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിര വഴി കരളിലെ ലോമികളിലൂടെ കരളിലോട്ട് എത്തുക ചെയ്യുന്നത്. കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിര വഴി മഹാസിരകളിലേക്കും ഹൃദയത്തിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൽ അത്രയാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജനം സമസ്ഥിതി പാലനത്തിന് പറഞ്ഞിട്ട് 9ാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറയാം. യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? കരളിൽ വെച്ചിട്ട്. ഓക്കെ. പിന്നെ അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തന ഫലമായിട്ട് നൈട്രജൻ സംയുക്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏത് അവയവത്തിലൂടെയാണ് മനുഷ്യരത്തിൽ ജലവും ലവണങ്ങളും പുറന്തള്ളുന്നത്? ത്വക്കിലൂടെ. പിന്നെ ഏത് അവയവത്തിൻ്റെ മുഖ്യ ധർമ്മമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത്? ശ്വാസകോശത്തിൻ്റെ ധർമ്മമാണ്. ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന യൂറിയനെയും ജലത്തിനെയും ഒക്കെ പുറന്തള്ളുന്നത് വൃക്കയാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന പോയിൻറ്റ്സാണ്. പ്രോട്ടീൻ വിഘടിച്ചിട്ട് എന്താ ഉണ്ടാവണമെന്നറിയോ? പ്രോട്ടീൻ വിഘടിച്ചിട്ട് അമിനോ ആസിഡാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അമിനോ ആസിഡുകൾ വിഘടിച്ചിട്ടാണ് അമോണിയ ഉണ്ടാകുന്നത്. ശരീരത്തിന് അഴുക്കാണ് ഈ പറഞ്ഞ അമോണിയ. പിന്നെ കരളിൽ വെച്ചിട്ട് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേർന്ന് യൂറിയ ആയിട്ട് മാറും. അമോണിയാണ് യൂറിയ ആയിട്ട് മാറുന്നത്. അപ്പോൾ അമിനോ ആസിഡ് വിഘടിച്ച അമോണിയ യൂറിയ ആയിട്ട് മാറുന്നുണ്ട്. യൂറിയ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിൽ സ്വേദഗ്രന്ഥികളുണ്ട്, വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് സ്വേദഗ്രന്ഥികളാണ്. വിയർക്കണ എന്തിനാണ്? ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ കരളിലെത്തുന്നത് രക്തത്തിൽ കൂടെയാണെന്ന് ഓർക്കുക. പിന്നെ മനുഷ്യൻ്റെ വൃക്കകളുടെ എണ്ണം ഒരു ജോഡിയാണ്. വൃക്ക പയർവിത്തിൻ്റെ ആകൃതിയിലാണ്. ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശങ്ങളായിട്ടാണ് വൃക്ക കാണുന്നത്. ഇടത് വൃക്കയാണ് വലത് വൃക്കയേക്കാൾ അല്പം മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇടത് വൃക്കയാണ്. മാലിന്യമൊക്കെ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കയിൽ നിന്നും മഹാസിരയിട്ട് എത്തുന്നത് വൃക്കാസിര വഴിയാണ്. മഹാധമനിയുടെ ഏത് ശാഖ വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കയിലോട്ട് എത്തുന്നതെന്ന് ചോദിച്ചാൽ മഹാധമനിയുടെ വൃക്കാധമനി വഴി വൃക്കയിലേക്ക് എത്തും. വൃക്കയിൽ നിന്നും വൃക്കാസിര വഴി മഹാസിരയിട്ട് എത്തും. മാലിന്യം നീക്കം ചെയ്യപ്പെട്ട രക്തം. പിന്നെ അവിടുന്ന് മൂത്രവാഹി, മൂത്രനാളി, മൂത്രാശയം, അങ്ങനെയാണ്. ഓരോ വൃക്കയുടെ ഉൾവശത്ത് 12 ലക്ഷത്തോളം അരിപ്പകളുണ്ട്. വൃക്കയുടെ ഉൾവശത്ത് കാണുന്ന അരിപ്പകളെ നെഫ്രോണുകൾ എന്ന് വിളിക്കുന്നു. നെഫ്രോണുകൾ. വൃക്കയുടെ ബാഹ്യഭാഗം ഇളം നിറത്തിലാണ്, കോർട്ടെക്സ് എന്നാണ് പറയുന്നത്. പിന്നെ നെഫ്രോണുകളുടെ അതിസൂക്ഷ്മമായ അരിപ്പകളൊക്കെ കോർട്ടെക്സിലാണ് കാണുന്നത്. വൃക്കയുടെ അകത്തുള്ള ഭാഗത്തിന് കടുനിറമാണ്, മെഡുല എന്നാണ് പറയുന്നത്. പുറമെ കോർട്ടെക്സും അകത്ത് മെഡുലയുമാണ്. ഓക്കെ. നെഫ്രോണുകളുടെ നീണ്ട കുഴികളൊക്കെ മെഡുലയിൽ കാണാം. പിന്നെ വൃക്കകളിലെ അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. നെഫ്രോണിൻ്റെ ഒരറ്റത്ത് ഇരട്ട ഭിത്തിയിൽ കപ്പ് പോലുള്ളൊരു ഭാഗമുണ്ട്. അത് ബൊമാൻസ് ക്യാപ്സൂളാണ്, കപ്പ് പോലത്തെ ഭാഗം. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൂത്രത്തിൽ 96% ജലവും 2% യൂറിയാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ 2 വൃക്കകളിലുമായിട്ട് 1 മിനിറ്റിൽ ഏകദേശം 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നുണ്ട്. പിന്നെ മനുഷ്യരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണയാണ് വൃക്കകളിൽ കൂടെ കടന്നു പോകണമെന്ന് ചോദിച്ചാൽ 350 തവണ കടന്നു പോകുന്നുണ്ട് രക്തം വൃക്കകളിലൂടെ. ഓക്കെ. രക്തത്തിലെ ജലത്തിൻ്റെ ലവണങ്ങളുടെയും അളവ് pH ഒക്കെ ക്രമീകരിക്കുന്ന വൃക്കയാണ്.
ശരീരദ്രവങ്ങളുടെ ഗാഢത പരിപാലിക്കുന്നതിന് വൃക്ക പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വൃക്കകൾ തകരാറിലാവുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടർ വില്യം ജോഹാൻ കോഫ് കേട്ടോ. വില്യം ജോഹാൻ കോഫാണ്. അത് ഒരു ഡച്ചുകാരനാണ് അദ്ദേഹം. ഡയാലിസിസ് യൂണിറ്റുകളിലൊക്കെ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടി എന്താ ചേർക്കുന്നത്? കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. രക്തം കട്ട പിടിക്കുന്നത് തടയാൻ പാടില്ല ഡയാലിസിസ് യൂണിറ്റുകളിൽ. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഹെപ്പാരിനാണ്. ഹെപ്പാരിൻ. ഓക്കെ, അവിടെ ഡിഫ്യൂഷൻ വഴിയാണ് ഈ രക്തമൊക്കെ ഡയാലിസിസ് യൂണിറ്റ് കൂടെ ഒഴുകുമ്പോൾ മാലിന്യങ്ങളൊക്കെ ഡയാലിസിസ് ദ്രാവകത്തിലോട്ട് വ്യാപിക്കുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത്. പിന്നെ നമ്മുടെ ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ 9ാം ക്ലാസ്സിലുണ്ട്. അതിൽ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഉണ്ട്. ശരീരത്തിലെ ചലനങ്ങളൊക്കെ സാധ്യമാകുന്നത് ആര് വഴിയാണ്? പേശികൾ വഴിയാണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കാവുന്ന പേശികളുടെ ചലനങ്ങളെ ഐശ്ചിക ചലനങ്ങൾ എന്ന് വിളിക്കും. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ കഴിയാത്തത് അനൈശ്ചിക ചലനങ്ങളാണ്. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതും കുറുകിയ വരകൾ കാണപ്പെടുന്നതുമായ പേശി അസ്ഥിപേശി എന്ന് പറയും. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണുന്ന കുറുകിയ വരകളുള്ള പേശിയാണ് സ്കെൽറ്റൽ മസിൽസ് അഥവാ അസ്ഥിപേശി എന്ന് പറഞ്ഞാൽ. സിലിണ്ടർ ഷേപ്പിലാണ് അസ്ഥിപേശി ഉള്ളത്. അതിൻ്റെ വേറെ പേരാണ് രേഖാങ്കിത പേശി എന്ന് പറയുന്നത്. ഓക്കെ, ഐശ്ചിക ചലനങ്ങളൊക്കെ സാധ്യമാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അസ്ഥിപേശിയാണ്. ഇനി മിനുസപേശിയുണ്ട്, അത് രേഖശൂന്യ പേശിയാണ്. അപ്പോൾ അവിടെ രേഖശൂന്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രേഖാങ്കിത പേശി എന്ന് പറയുന്നിടത്ത് എന്താ പറഞ്ഞത്? അസ്ഥിപേശിയാണ്. അസ്ഥിയുമായിട്ട് ചേർന്ന് കുറുകിയ വരകൾ കാണപ്പെടുന്നത്. ആ വരകൾ ഇല്ലാത്തതാണ് മിനുസപേശി എന്ന് പറയുന്നത്. രേഖശൂന്യ പേശിയാണത്. ആമാശയത്തിലും ചെറുകുടൽ ആന്ത്രാവയവങ്ങളിലൊക്കെ ഉള്ളത് മിനുസപേശിയാണ്. സ്പിൻഡിൽ ഷേപ്പാണ്. അസ്ഥിപേശിക്ക് സിലിണ്ടർ ഷേപ്പാണ്. അനൈശ്ചിക ചലനങ്ങളൊക്കെ സാധ്യമാക്കുന്ന മിനുസപേശിയാണ്. ഐശ്ചിക ചലനങ്ങളാണെങ്കിൽ അസ്ഥിപേശി. ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ഏതായിരിക്കും? ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ അനൈശ്ചിക ചലനമാണോ? ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ കാർഡിയാക് മസിലാണ്. വേറെ ഡിഫറെൻ്റ് ആയിട്ടൊരു പേരാണ് കാർഡിയാക് മസിൽ. ഹൃദയപേശി എന്നറിയപ്പെടുന്നത്. ഹൃദയപേശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളൊക്കെ ഉണ്ട്, കുറുകിയ വരകളുണ്ട്, എന്നാൽ അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അസ്ഥിപേശിയുടെ കുറുകിയ വരകളെല്ലാം ആ ഒരു ഫീച്ചറും മിനുസപേശിയുടെ അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്ന ആ ഒരു ഫീച്ചറും കൂടെ ചേർന്നാണ് ഹൃദയപേശി എന്ന് പറഞ്ഞത്. വരകളും ഉണ്ട്, അനൈശ്ചിക ചലനം സാധ്യമാക്കുകയും ചെയ്യാം. പേശി ക്ലമത്തിന് കാരണം ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്. മനുഷ്യരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യ അസ്ഥികൂടത്തെ അശ്വ അസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അസ്ഥികളുടെ സ്ഥാനം അനുസരിച്ചിട്ട്. ഓക്കെ, അശ്വ അസ്ഥികൂടത്തിൽ 80 അസ്ഥികളുണ്ട്, അനുബന്ധ അസ്ഥികൂടത്തിൽ 126. അശ്വ അസ്ഥികൂടത്തിൽ അക്ഷത്തിൽ 80ഉം അനുബന്ധ അസ്ഥികൂടത്തിൽ 126. അങ്ങനെയാണ് 206 വരുന്നത്. തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥികളുണ്ട്. മനുഷ്യൻ്റെ മാറിൽ ഒരസ്ഥിയാണുള്ളത്. നട്ടലിൽ 26, തലയോട്ടിൽ 29, ആ 9 ആറാക്കിയ നമ്മുടെ നട്ടലിലെ അസ്ഥിയാണ്. മാറിൽ ഒരസ്ഥിയാണ്. കയ്യിൽ 60, കാലിൽ 60. പിന്നെ തോൾ വലയങ്ങളുടെ 4 അസ്ഥികളാണുള്ളത്. മനുഷ്യ അസ്ഥികൂടത്തിൽ ശ്രേണി വലയങ്ങളിൽ 2 അസ്ഥികളുണ്ട്. ഓക്കെ, 2 അസ്ഥികളുണ്ട് മനുഷ്യ ശരീരത്തിൽ. അസ്ഥികൂടത്തിൽ ശ്രേണി വലയങ്ങൾ 2 ഉള്ളത്. 2 ശ്രേണി വലയങ്ങൾ. പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിക്കുന്ന മാംസനാരുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. പേശിനെ അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്യും. പേശികളെ അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ നാരുകളെ ടെൻഡൻ എന്നാണ് വിളിക്കുന്നത്. ടെൻഡൻ. നമ്മൾ കൈകളൊക്കെ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന പേശികളെ വിളിക്കുന്ന പേര് നിവർത്തൽ പേശികൾ എന്നാണ്. കൈകൾ മടക്കുമ്പോൾ അയയുന്ന പേശികളാണെങ്കിൽ മടക്കൽ പേശികൾ എന്ന് പറയും. കൈകൾ നമ്മൾ മടക്കുമ്പോൾ അയയുവാണെങ്കിൽ എന്ത് പറയും? മടക്കൽ പേശികൾ എന്ന് പറയും. സമയം കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുകയാണ്, ചുരുങ്ങുകയാണെങ്കിൽ നിവർത്തൽ പേശികൾ എന്ന് പറയും. ചുരുങ്ങുന്നത് നേരെ ഓപ്പോസിറ്റ്, നിവർത്തൽ പേശികൾ. ഇനി അയയുന്നതാണെങ്കിൽ മടക്കൽ പേശികൾ. പിന്നെ കൈകൾ നിവർത്തുമ്പോൾ അപ്പോൾ അയയുന്ന മടക്കൽ പേശികളെന്ന് പറഞ്ഞു. പേശികോശങ്ങളിൽ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കായിക താരങ്ങളൊക്കെ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. രാസവസ്തുവാണത്. ഈ പേശികൾ അസ്ഥികളുമായിട്ട് ചേർന്നിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതലും പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. പേശി അസ്ഥിയും കൂടെ ചേരുമ്പോഴാണ്. കയ്യിലെ പേശികളിൽ ഒരെണ്ണം സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയും. ഓക്കെ, അങ്ങനെയുള്ള ജോഡികളുണ്ട്. അതിനെ പറയുന്ന പേര് പ്രതിദ്വന്ദ്വി പേശികൾ എന്നാണ്. ഒന്ന് സങ്കോചിക്കുമ്പോൾ ഒന്ന് അയയും. ഇനി അസ്ഥികളെ പരസ്പരം ബന്ധിച്ച് നിർത്തുന്നത് ആര്? അസ്ഥിനെയും പേശിനെയും കണക്കുന്ന ടെൻഡനാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് സന്ധികൾ എന്ന് പറയുന്നത്. അസ്ഥികളെ പരസ്പരം പേശി അസ്ഥികളെ കണക്ട് ചെയ്യുന്ന ടെൻഡനാണ്. അസ്ഥി ടു അസ്ഥി കണക്ട് ചെയ്യുന്നത് സന്ധികളാണ്. നാനാവസ്ഥയ്ക്ക് നമുക്ക് തിരിക്കാൻ കഴിയുന്ന സന്ധിയുണ്ട്. അതാണ് എന്ത്? കീലസന്ധി എന്ന് പറയുന്നത്. എല്ലാ വശത്തേക്കും നമുക്ക് തിരിക്കാൻ പറ്റുന്നതാണ് കീലസന്ധി. നമ്മുടെ നട്ടലിൻ്റെ ആദ്യ കശരുവുമായിട്ട് തലയോട് ചേരുന്ന ഭാഗം, ഇവിടുത്തെ നട്ടലിൻ്റെ ആദ്യ ആ ഒരു കശരുവുമായിട്ട് തലയോട് ചേരുന്ന ഭാഗത്തുള്ളത് കീലസന്ധിയാണ്. എല്ലാ വശത്തേക്കും നാനാവസ്ഥയ്ക്കും തിരിക്കാൻ പറ്റുന്നതാണ് കീലസന്ധി. ഇനി വിജാഗിരി പോലെ
ഒരു വശത്തേക്ക് മാത്രം, വാതിലൊക്കെ നമുക്ക് ഒരു സൈഡിലിട്ട് തുറക്കാൻ പറ്റും, അങ്ങനെ ഒരു വശത്തേക്ക് മാത്രം ചലനം സാധ്യമാക്കുന്നതാണ് വിജാഗിരി സന്ധി. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കൈമുട്ട് കാൽമുട്ടൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ടാണ് തിരിക്കാൻ പറ്റും, മറു സൈഡിൽ തിരിക്കാൻ പറ്റില്ല. കാൽമുട്ടൊക്കെ വിജാഗിരി സന്ധിയാണ്, ഒരു വശത്തേക്കുള്ള ചലനമായിരിക്കും സാധ്യമാകുന്നത്. ഇനി തോൾ വലയം ഭുജാസ്ഥിയൊക്കെ ഗോളരസന്ധിയാണ്. കൈക്കുഴ കാൽക്കുഴയൊക്കെ ആണെങ്കിലോ തെന്നി നീങ്ങുന്ന സന്ധി. നമുക്ക് ഒന്നുകൂടെ പറയാം, ഈ തലയോട് ഇവിടെ നട്ടലോട്ട് ചേരുന്ന ഭാഗത്തുള്ളത് എന്താണ്? കീലസന്ധിയാണ്, നാനാവസ്ഥയ്ക്കും ചലിപ്പിക്കും. പിന്നെ നമുക്ക് ഗോളരസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഗോളരസന്ധി? കൈമുട്ട് ഗോളരല്ലോ ആണോ? അതെ, കൈമുട്ട്. അപ്പോൾ കീലസന്ധി നട്ടലിൻ്റെ ആദ്യ കശരുമായിട്ട് തലയോട് ചേരുന്നതാണ്, നാനാവശങ്ങളിലേക്കും ചലിപ്പിക്കും കീലരസന്ധി. ഇനി ഒരു വശത്തേക്ക് മാത്രം ചലനം സാധ്യമാകുന്നതാണ് വിജാഗിരി സന്ധി. അതിന് എക്സാമ്പിളാണ് നമ്മുടെ എന്താണ്? കാൽമുട്ടൊക്കെ. ഇനി തോൾ വലയം ഭുജാസ്ഥിക ഗോളരസന്ധിയാണ്. ഇനി തെന്നി നീങ്ങുന്നതാണ് നമ്മുടെ കൈക്കുഴ കാൽക്കുഴയൊക്കെ. പിന്നെ ഇടുപ്പല്ലും തുടയിലും ഒക്കെ തന്നെ ഗോളരസന്ധിയാണ്. കൈക്കുഴയും കാൽക്കുഴയൊക്കെയാണ് തെന്നി നീങ്ങുന്നത്. ഇനി അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നത് തരുണാസ്ഥിയാണ്. അസ്ഥികളുടെ ഇടയിലുള്ള ഘർഷണം ഒഴിവാക്കാൻ തരുണാസ്ഥി സഹായിക്കും. സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആരാണ്? അസ്ഥികളെയൊക്കെ അവരുടെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ ഈ സന്ധിയിൽ, അസ്ഥിയും സന്ധിയായിട്ട് കണക്ട് ചെയ്യും, അസ്ഥി ടു അസ്ഥി കണക്ട് ചെയ്യുന്നത് സന്ധികൾ വഴിയാന്ന് പറഞ്ഞല്ലോ, അസ്ഥികളെ ബന്ധിപ്പിച്ചിരുത്തുന്ന സന്ധിയാണ്. അപ്പോൾ ഈ അസ്ഥീനെ സന്ധിയിൽ കറക്റ്റായിട്ട് സ്ഥാനഭ്രംശം വരാണ്ട് അവിടെ ഉറപ്പിക്കുന്നത് സ്നായുക്കൾ. ഓക്കെ, സന്ധിയെ പൊതിഞ്ഞിട്ട് ക്യാപ്സ്യൂളുണ്ട്. പിന്നെ കോശത്തിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസ്യത്തെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ തന്തുവാണ് സീലിയ. പിന്നെ അവിടെ നമുക്ക് അത്ര അത്യാവശ്യമില്ല. ഇനി നമുക്ക് അറിയേണ്ടത് ഉളുക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? സ്നായുക്കൾ വലിയുകയോ പൊട്ടിക്കുകയോ ചെയ്യുമ്പോഴാണ് ഉളുക്ക് ഉണ്ടാകുന്നത്. സ്നായു എന്ന് വെച്ചാൽ എന്താ? അസ്ഥിനെ സന്ധിയിൽ ഉറപ്പിച്ചെത്താൻ സഹായിക്കുന്നതാണ് സ്നായു. ആ സ്നായു പൊട്ടുകയോ വലിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അസ്ഥിയുടെ സ്ഥാനത്തിൽ വ്യത്യാസം വരും അല്ലേ? അതാണ് ഉളുക്കെന്ന് പറയുക. കഠിനമായ വേദനയും നീർവീക്കവും വരും ഉളുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ. ഓസ്റ്റിയോപൊറോസിസ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ? അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കും. ചിലവരുടെ അസ്ഥി ബലക്ഷയം സംഭവിച്ചിട്ട് ഒടിയുന്നുണ്ട്. അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് മൂലം വരാം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഉള്ളതിനെയാണ് ഓസ്റ്റിയോപൊറോസിസ്. കാരണം അസ്ഥിയുടെ ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ. ഇടുപ്പെല്ല്, നട്ടെല്ല്, മണിബന്ധം ഈ ഭാഗങ്ങളേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്? കാൽസ്യത്തിന് കുറവാകാം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആകാം, ഉപാപചയ പ്രവർത്തനങ്ങളുടെ കുറവാകാം. ഇനി മറ്റൊരു രോഗമാണ് പേശീക്ഷയം. അതെന്താ? പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ്. പേശികൾ വളരെ ദുർബലമാകുന്നു. സാധാരണ ആൺകുട്ടികളാണ് ഈ പേശീക്ഷയം കാണുന്നത്. ഓക്കെ, പിന്നെ സന്ധിവാദം കേട്ടിട്ടുണ്ട്. എന്താ അത്? സന്ധികളിൽ അണുബാധ ഉണ്ടാവുക, പരുക്കുകൾ, പ്രായാധിക്യമൊക്കെ കൊണ്ടുണ്ടാകുന്നതാണ് സന്ധിവാദം. തരുണാസ്ഥി വലയത്തിനാണ് തകരാറ് സംഭവിക്കുക. അസഹനീയമായ വേദനയായിരിക്കും. സന്ധികൾ ചലിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും. ഇനി അസ്ഥിക്ക് സ്ഥാനഭ്രംശം ഉണ്ടാക്കും, ഡിസ്ലൊക്കേഷൻ എന്ന് പറയില്ലേ? അതെന്താ? സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ്. ഈ സ്നായുക്കൾക്ക് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ കഠിനമായ വേദന, നിർവീക്കം, പ്രയാസമാണ് ചലിപ്പിക്കാൻ. അതാണ് അസ്ഥിസ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസ്ഥികൾ, കീലാസ്ഥി എന്താണ്? കീലസന്ധി, വിജാഗിരി സന്ധി, ഗോളരസന്ധി, അതുപോലെ തന്നെ തെന്നി നീങ്ങുന്ന സന്ധി. ഈ അസ്ഥികളുടെ ഹർഷണം ഒഴിവാക്കാനായിട്ട് തരുണാസ്ഥി സഹായിക്കും. അസ്ഥികൾക്കിടയിൽ സ്നേഹമായിട്ട് പ്രവർത്തിക്കുന്ന ദ്രാവകേത സൈനോവിയൽ ദ്രാവകമാണ്. അസ്ഥികളെ സന്ധിയിൽ ഉറപ്പിച്ചിരുത്തുന്ന സ്നായുക്കളാണ്. സന്ധിനെ പൊതിഞ്ഞിട്ടാറുണ്ട്, ക്യാപ്സ്യൂളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് അത്രയാണ് ആവശ്യമുള്ളത്. നാട്ടിലുള്ള ജീവികളിലെ പേശികൾക്കുള്ളിലെ അസ്ഥികൂടത്തിനാണ് ആന്തരാസ്ഥികൂടം എന്ന് പറയുന്നത്, നാട്ടിലുള്ള ജീവികളിൽ. ഓക്കെ, ഇനി നമുക്ക് 10ാം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നോക്കട്ടെ. SCRTന്ന് ഇതിനകത്ത് നാഡീവ്യവസ്ഥയെ പറ്റിയിട്ട് പറയുന്ന ചാപ്റ്ററുണ്ട്, അറിയാനും പ്രതികരിക്കാനും. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണ്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ശ്വാൻ കോശം, ആക്സോണ്, ആക്സനൈറ്റ്, സിനാപ്റ്റിക് നോബൊക്കെയാണ് ഇതിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ഘടകമാണ് ശ്വാൻ കോശം. അതുപോലെ മിക്ക ആക്സോണുകളെയും ഒരു സ്ഥലം വെച്ചിട്ട് വളയം ചെയ്തിട്ടുണ്ട്. ആ സ്ഥലമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീത്താണ് ബാക്കി ക്ഷതങ്ങളിൽ നിന്നൊക്കെ ആക്സോണിനെ സംരക്ഷിക്കുന്നത്. പിന്നെ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ വെച്ചിട്ടാണ്.
മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മൈലിൻ ഷീത്ത് ഇല്ലാത്തതാണ് ഗ്രേ മാറ്റർ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ എത്ര ജോഡി ശിരോനാഡികളുണ്ടെന്ന് പറയുന്നുണ്ട്. 12 ജോഡിയാണ് ശിരോനാഡികൾ. സുഷുമ്ന നാഡികൾ 31, ശിരോനാഡികൾ 1, 2, പിന്നെ 3, 1 സുഷുമ്ന നാഡികൾ 31. മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ടുള്ള 3 സ്തര പാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ് ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത് കപാലമാണ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളിക്കുള്ളിൽ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്. അത് ആക്ച്വലി ഈ ഒരു സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് മസ്തിഷ്ക കലകൾക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനൊക്കെ കൊടുക്കുന്നത്. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നത്, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒക്കെ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ചാര നിറമാണ്. അതിനെ കോർട്ടെക്സ് എന്നാണ് പറയുന്നത്, സെറിബ്രത്തിൻ്റെ പുറം ഭാഗം. പിന്നെ നമ്മുടെ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ് സെറിബ്രം. ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ അകംഭാഗം എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമാണ്. ഓക്കെ, സെറിബ്രത്തിൻ്റെ അകംഭാഗം വെളുത്ത നിറമാണ്. അതിനെ മെഡുല എന്നാണ് വിളിക്കുന്നത്. സെറിബ്രത്തിൻ്റെ പുറം ഭാഗമാണെങ്കിൽ കോർട്ടെക്സ് എന്ന് വിളിക്കാതെ ചാര നിറവും അകംഭാഗം വെളുത്ത നിറമാണ് മെഡുല എന്ന് പറഞ്ഞത്. ഒരുപാട് ചുളിവുകളും മടക്കളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിനുള്ള ആവയവങ്ങളുടെ പുനഃപ്രസാരണ കേന്ദ്രം തലാമസാണ്. സെറിബ്രത്തിന് താഴെ തലാമസുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയവങ്ങളൊക്കെ പരിശോധിച്ച് പ്രാധാന്യമുള്ളതിനെ മാത്രം സെറിബ്രത്തിലേക്ക് വിടുന്ന ആളാരാണ്? സെറിബ്രത്തിൻ്റെ കാവൽക്കാരനെ പോലെ വേണ്ടത് മാത്രം അങ്ങോട്ട് കയറ്റി വിടുവാറ് തലാമസ. പേശി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ച് ശരീരത്തിൻ്റെ തുലനനില ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ സെറിബെല്ലമാണ് കേട്ടോ. ബാലൻസ് സെറിബെല്ല കൺട്രോൾ ചെയ്യണത്. എന്നാൽ ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവനയൊക്കെ സെറിബ്രമാണ്. പിന്നെ അപ്പം ബാലൻസ് സെറിബെല്ലം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് മദ്യപാനികൾക്കൊക്കെ സെറിബെല്ലത്തെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബാലൻസ് പോയിട്ട് അവർ ആടുന്നത്. സെറിബ്രം കഴിഞ്ഞ അടുത്തത് സെറിബെല്ലാണ്, രണ്ടാമത്തെ ഭാഗം. അതിന് താഴെയായിട്ട് ദണ്ഡാകൃതിയിൽ മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ട്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. പിന്നെ ആന്തര സമസ്ഥിതി പാലനത്തിന് പങ്കുവഹിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് സുഷുമ്ന പോകും. സുഷുമ്ന നട്ടെല്ലിൻ്റെ അകത്താണ് സംരക്ഷിക്കുന്നത്. ഓക്കെ, സുഷുമ്നേനെയും മെഞ്ചസും എന്ന് പറഞ്ഞിട്ടൊരു ആവരണം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് വഴിയാണ് സംവേദ ആവയവങ്ങൾ സുഷുമ്നയിൽ എത്രയെന്ന് ചോദിച്ചാൽ ഡോസൽ റൂട്ട് വഴിയാണ്. സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് ആവയവങ്ങൾ പോകുന്നത് വെൻട്രൽ റൂട്ട് വഴി. മനുഷ്യത്തിൽ ഏറ്റവും നീളം കൂടിയ കോശമാണ് ന്യൂറോൺ നാഡികോശം. സമ്മിശ്ര നാഡിക്കൊരു ഉദാഹരണമാണ് വാഗസ് നാഡി. മനുഷ്യരത്തിലെ എത്ര ജോഡി നാഡികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 43 ജോഡിയാണ് ഉള്ളത്. നമ്മുടെ ഇച്ഛാനുസരണം അല്ലാണ്ട് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് നടക്കുന്നതാണ് റിഫ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞത്. ആവയവങ്ങളുടെ സഞ്ചാരപാത റിഫ്ലക്സ് ആർക്കാണ്. റിഫ്ലക്സ് പ്രവർത്തനയുടെ കേന്ദ്ര സുഷുമ്നയാണ്. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിയുമ്പോൾ റിഫ്ലക്സിനെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രമാണ്. സെറിബ്രത്തിന് നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയാം. പിന്നെ മധ്യ മസ്തിഷ്കത്തിൻ്റെ ഏത് പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നാഡീ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തിനെയാണ് ത്വരിതപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡിൻ്റെയാണ് മദ്യം കേട്ടോ. മദ്യം അഫക്റ്റ് ചെയ്യുന്ന സെറിബലത്തെയാണ്. സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുണ്ട് നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ, സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ. മസ്തിഷ്കത്തിലെ റിലേ സെൻട്രൽ തലാമസ്, റിലേ തല ഓർത്തോണം. വേദനാസംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അപ്പോൾ ആന്തര സമസ്ഥിതി പാലനം, ആന്തര തുലനനില പാലനമൊക്കെ ഹൈപ്പോതലാമസ്. റിലേ സെൻറ്റർ എന്ന് പറഞ്ഞത് തലാമസാണ്. പിന്നെ നമ്മുടെ വേദനാസംഹാരിയൊക്കെ പ്രവർത്തിക്കുന്നത് തലാമസാണ്. തുമ്മൽ, ഛർദി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, അനേഷ്യപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? സെറിബലത്തിനെയാണ്. സെറിബലമാണ് ശരീരത്തിൻ്റെ ബാലൻസ് നോക്കുന്ന ആളെന്ന് പറഞ്ഞാൽ സെറിബ്രമാണ് കേട്ടോ. പിന്നെ ബാലൻസ് സെറിബെല്ലമാണ് അല്ലേ. ബാലൻസ് മദ്യപാനികളുടെ എഫക്റ്റിന് സെറിബെല്ലമാണ്. പിന്നെ നമ്മുടെ ഐശ്വര്യപ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് സെറിബ്രം എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഓരോന്നിൻ്റെയും ധർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോ ഭാഗത്തിൻ്റെയും. പിന്നെ വിശപ്പ്, ദാഹമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹമൊക്കെ എഫക്റ്റ് ചെയ്യും. ഇനി മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഇമ്പോർട്ടൻ്റാണ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ ന്യൂറോൺ നശിച്ചു പോകും. എന്തോ ഒരു ലയിക്കാത്ത പ്രോട്ടീൻ ഈ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അടിഞ്ഞുകൂടി നശിച്ചു പോകുന്നതിനാണ് അൽഷിമേഴ്സ് എന്ന് പറയണേ. കേവലം ഓർമ്മ പോലും ഉണ്ടാവില്ല. കൂട്ടുകാരെയും ബന്ധുക്കളെയൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ദിനചര്യ പോലും ചിലപ്പോൾ ചെയ്യാൻ കഴിയാതെ പോകും ഓർമ്മയില്ലാണ്ട്. ഇനി പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞ രോഗമുണ്ട്. അതെന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ പ്രത്യേകതരം ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുമ്പോഴാണ്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടൊരു നാഡീയ പ്രേഷകമുണ്ട്. അതിൻ്റെ ഉൽപ്പാദനം അങ്ങോട്ട് കുറയും. അതാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുലനനില പോകുന്നുണ്ടാവും. അതിൽ പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ വരിക, വായിൽ നിന്ന് ഉമിനീര് വരുന്നതൊക്കെ പാർക്കിൻസൺസ് ഡിസീസാണ്. പിന്നെയുള്ളത് അപസ്മാരമാണ്. അപസ്മാരം എന്താണ്? തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം തലച്ചോറിലുണ്ടാകുമ്പോഴാണ്
അപ്പോൾ പേശി സങ്കോചം മൂലം സന്നി ഉണ്ടാവുക, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചൊടിക്കുക, ഇതൊക്കെയാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ, പിന്നെ മസ്തിഷ്ക രോഗങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അടുത്ത ചാപ്റ്ററിൽ കണ്ണിനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളെ കാഴ്ച കാണാൻ സഹായിക്കുന്ന കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി ഏതാ? ലൈസോസൈമാണ്. കണ്ണിൻ്റെ പുറം ഭാഗം എന്ന് പറഞ്ഞത് ദൃഢപടലമാണ്, സ്ക്ലീറയാണ്. അതാണ് ദൃഢത കൊടുക്കുന്ന കണ്ണിന്. കോർണിയയ്ക്ക് പിൻഭാഗത്തായിട്ട് രക്തപടലമുണ്ട്, ഐറിസ് എന്ന് പറഞ്ഞിട്ട്. ഐറിസിന് ഇരുണ്ട നിറം കൊടുക്കുന്ന മെലാനിനാണ്. ഐറിസിന് നടുക്കൊരു സുഷിരമുണ്ടല്ലോ, അതാണ് പ്യൂപ്പിള്. മങ്ങി വെളിച്ചത്ത് നമ്മളെ കാണാൻ സഹായിക്കുന്നത്. മങ്ങി വെളിച്ചത്ത് എന്താ സംഭവിക്കുന്നത്? മങ്ങി വെളിച്ചത്ത് റേഡിയൽ പേശികൾ സങ്കോചിക്കും. മങ്ങിയ വെളിച്ചടിക്കുമ്പം റേഡിയൽ പേശികൾ സങ്കോചിച്ചിട്ട് എന്ത് പറ്റും? പ്യൂപ്പിൾ വികസിക്കും. റേഡിയൽ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിൾ വികസിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ ഈ റേഡിയൽ പേശികൾ സങ്കോചിച്ച് പ്യൂപ്പിളൊക്കെ വികസിച്ച് നമ്മളിങ്ങനെ നോക്കും. തീവ്രപ്രകാശം ആകുമ്പോഴേക്കും നമുക്ക് നോക്കാൻ പറ്റാതെ വരത്തില്ലേ. അപ്പോൾ വലിയ പേശികളൊക്കെ എന്ത് ചെയ്യും? സങ്കോചിക്കും. പ്യൂപ്പിൾ ചുരുങ്ങും അന്നേരം തീവ്ര വെളിച്ചത്തിൽ. ഈ റേഡിയൽ പേശിയും വലയപേശിയും ഐറിസിലുള്ളതാണ്. പിന്നെ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെയൊക്കെ ആവരണം ചെയ്തുകൊണ്ട് ഒരു സ്ഥലമുണ്ട്, അതാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. നേത്രഗോളത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരണ്ടു പോകാണ്ട് സൂക്ഷിക്കുന്നത് ഈ കൺജങ്ക്റ്റൈവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുറമേ കാണുന്നത്. രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ മധ്യപാളിയാണ് രക്തപടലം എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികൾ കാണുന്ന അകത്താണ് ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടരം എന്നാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള അവയവങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. നേത്രങ്ങളിൽ സുതാര്യവും ഇലാസ്തികവുമായിട്ടുള്ള ലെൻസ് ഉണ്ട്, അതാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിലുള്ളത് കോൺവെക്സ് ആണ് കേട്ടോ. കണ്ണിലുള്ളത് സുതാര്യമായിട്ടുള്ള ലെൻസാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇലാസ്തികതയുണ്ട്, ഏതാത്? ഇലാസ്തികത, കോൺവെക്സ്. ലെൻസിൻ്റെ വക്രതനെ ക്രമീകരിക്കുന്ന കണ്ണിലെ സീലിയറി പേശിയാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതും പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളതായിട്ടുള്ള ഭാഗമാണ് പീതബിന്ദു, ഏറ്റവും ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇനി പ്രകാശഗ്രാഹികൾ ഇല്ലാതെ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിലൊരു ദ്രവമുണ്ട്, ഒരു ജലം പോലത്തെ ദ്രാവകമുണ്ട്, അക്വസ് ദ്രവം എന്ന് പറഞ്ഞിട്ട്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും കൊടുക്കുന്നത് ഈ അക്വസ് ദ്രവമാണ്. പിന്നെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വിട്രിയസ് അറയുണ്ട്. അപ്പം കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കാണ് അക്വസ് അറ ഉള്ളത്. പിന്നെ ലെൻസിനും അതിൻ്റെ പുറകിൽ റെറ്റിനയ്ക്കും ഇടയിലായിട്ട് വിട്രിയസ് അറയുണ്ട്. കണ്ണിൻ്റെ ആകൃതി നടത്താൻ സഹായിക്കുന്ന വിട്രിയസ് ദ്രവമാണ്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ആ ഒരു ഫോക്കൽ ദൂരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രതിബിംബത്തെ കറക്റ്റ് റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. റെറ്റിനയിൽ റോഡ് കോശമുണ്ട്, കോൺ കോശമുണ്ട്. കൂടുതൽ കാണുന്നത് ഏത് കോശമാണെന്നറിയോ? കൂടുതലായിട്ട് കാണപ്പെടുന്ന റോഡ് കോശമാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്ന റോഡ് കോശമാണ്. റോഡോപ്സിനാണ് അതിനകത്തുള്ളത്. റെറ്റിനാലും ഓപ്സിനും ഉപയോഗിച്ചിട്ടാണ് റോഡോപ്സിൻ ഉണ്ടാക്കുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ നമ്മളെ സഹായിക്കാൻ കാണാനായിട്ട്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കോൺകോശങ്ങൾക്കാണ്, കഴിവില്ലാത്തത് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തത് റോഡ് കോശങ്ങൾക്കാണ്. കോൺകോശങ്ങളാണെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറഞ്ഞൊരു വർണ്ണകമുണ്ട്, അതുകൊണ്ട് നിറമൊക്കെ തിരിച്ചറിയാൻ പറ്റും, ഫോട്ടോപ്സിനുള്ളതുകൊണ്ട്. പിന്നെ ഐഡോപ്സ് നിർമ്മിക്കപ്പെടുന്നത് ഓപ്സിൻ റെറ്റിനാലിൽ നിന്നാണ്. വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശമാണ് കോൺകോശം, വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കാത്ത റോഡ് കോശം. ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സംയോജിക്കുമ്പോൾ നമുക്ക് വസ്തുവിൻ്റെ 3D രൂപം കാണാറുണ്ട്. ദ്വിനേത്ര ദർശനം എന്ന് പറയും. കാരണം ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബമാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പോൾ ദ്വിനേത്ര ദർശനമാണ് ഉണ്ടാകുന്നത്. പിന്നെ കാഴ്ചവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ ഉണ്ടാകുന്ന ഏത് വിറ്റാമിൻ എന്നാണ്? വിറ്റാമിൻ എ എന്നാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പറ്റാതെ വരുന്ന നിശാന്തത ഉണ്ടാകും. പിന്നെ നേത്രാവരണവും കോർണിയയും ഒക്കെ വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന സിറോഫ്താൽമി വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ്. അപ്പം ഈ നേത്രാവരണവും കോർണിയും ഒക്കെ വരണ്ടു പോകും, കോർണിയ അധാര്യമായിട്ട് തീരും, സിറോഫ്താൽമിയ. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് വർണ്ണാന്തത. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കോൺകോശങ്ങൾ തകർന്നാൽ നമുക്ക് കളർ കാണാൻ പറ്റില്ലാണ് വർണ്ണാന്തത. അക്വസ് ദ്രവത്തിൻ്റെ പ്രഷർ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുകയാണ് ഗ്ലോക്കോമ. കണ്ണിൽ ലെൻസ് അധാര്യമാകുന്ന മൂലം കാഴ്ച നഷ്ടപ്പെടുന്നത് തിമിരമാണ്. കൺജങ്ക്റ്റിവയെ ബാധിക്കുന്ന അസുഖമാണ് ചെങ്കണ്ണ് കൺജങ്ക്റ്റിവയെ ബാധിക്കും. ചെങ്കണ്ണിൻ്റെ രോഗാരികളാണ് ബാക്ടീരിയയും വൈറസും ഒക്കെ. സ്പർശനത്തിലൂടെ ചെങ്കണ്ണ് പകർന്ന സ്പർശനത്തിലൂടെയാണ്. സെൽഫോണ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തുടർച്ചയായിട്ട് കണ്ണിന് ഒരു പ്രശ്നം ഉള്ളതാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്. ഇനി ശരീരത്തിൻ്റെ തുള്ളനില പാലിക്കാൻ സഹായിക്കുന്ന ഒരു ജ്ഞാനേന്ദ്രിയാണ് ചെവി.
ചെവി ശബ്ദതരംഗങ്ങളെ നേരെ കർണനാളത്തിലേക്ക് കടത്തിവിടുന്നത് ചെവിക്കുട വഴിയാണ്. ചെവിക്കുടം, അതിൻ്റെ ഉള്ളിൽ കർണനാളമുണ്ട്, പിന്നെ കർണപടമുണ്ട്. ചെവിക്കുള്ളിലായിട്ട് അകത്താണ് കർണനാളം ഉള്ളത്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയുള്ള ഒരു സ്ഥലം കൊണ്ടാണ് കർണപടം. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയുള്ള സ്ഥലമാണ് കർണപടം എന്ന് പറയുന്നത്. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ബാഹ്യകർണത്തിൽ. കമ്പനം ചെയ്യുന്നത് കർണപടമാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാളി യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുലനമാക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളി കൊണ്ടിട്ടാണ്. ഒച്ചിൻ്റെ തോട് പോലത്തെ ഭാഗമാണ് കോക്ലി, ആന്തരകർണത്തിലാണുള്ളത്. കോക്ലിക്ക് 3 അറയുണ്ട്. അതിൻ്റെ മധ്യത്തെയും താഴത്തെയും അറയിനെ വേർതിരിക്കുന്ന ഒരു സ്ഥലമാണ് ബേസ്ലാർ എന്ന് പറഞ്ഞത്. ബേസ്ലാർ സ്ഥലവും രോമകോശങ്ങളും ഒക്കെ ചേർന്നാണ് ഓർഗൻ ഓഫ് ഫോർട്ടി ഉണ്ടാകുന്നത്. കോക്ലിയിൽ കാണപ്പെടുന്ന ഏത് കോശങ്ങളാണ് ശബ്ദഗ്രഹികളായിട്ട് പ്രവർത്തിക്കുന്നത്? രോമകോശമാണ് ശബ്ദകോശമായിട്ട് പ്രവർത്തിക്കുന്നത്. കോക്ലിക്ക് അകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത്, കോക്ലിയുടെ അകത്ത് ദ്രവമുണ്ട്, അതിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് റൗണ്ട് വിൻഡോയാണ്. റൗണ്ട് വിൻഡോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് ഓവൽ വിൻഡോ എന്ന് പറയും. ഓവൽ വിൻഡോ. അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിക്കുന്നത് ഓവൽ വിൻഡോയാണ് വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ അസ്ഥിശൃംഖലയിലെ കമ്പനം അകത്തേക്ക് വ്യാപിപ്പിക്കുന്നത് ഓവൽ വിൻഡോയാണ്. കേൾവി സാധ്യമാക്കുന്നത് സെറിബ്രമാണ്. ചെവി എന്നുള്ള അവയവങ്ങൾ ഏത് നാടി വഴിയാണ് സെറിബലത്തിലെത്തി ശരീരത്തിലുള്ള നില പാലിക്കാൻ സഹായിക്കുന്നത്? വെസ്റ്റിബുലർ നാടി വഴിയാണ്. വെസ്റ്റിബുലർ നാടി. ഓക്കെ. ഇനി നാക്കിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഉയർന്നു നിൽക്കുന്ന ഭാഗം പാപ്പില. 5ാമത്തെ രുചിയാണ് ഉമാമി. ഉമാമി ചേരുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാല്, മാംസം, അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ്. അത് ഉപ്പ്, മധുരം, പുളിയും ഒന്നും അല്ലാണ്ട് അത് ഉമാമിയാണ്. കടൽ വിഭവങ്ങളിൽ കൂണിലൊക്കെ ഉള്ള ടേസ്റ്റാണ് ഉമാമി എന്ന് പറഞ്ഞത്. ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ള അർത്ഥമുള്ള രുചിയാണ് ഉമാമി എന്ന് പറഞ്ഞത്. പിന്നെ ഒരു 6ാമത്തെ രുചിയുണ്ട്, ഒലിഗോഗസ്റ്റസ് എന്ന് പറഞ്ഞിട്ട്. അത് കൊഴുപ്പിൻ്റെ രുചിയാണ്. ഗന്ധം അറിയാൻ സഹായിക്കുന്ന ഘടകമാണ് ഗന്ധനാഡി, ശ്ലേഷ്മഗ്രന്ഥി, ഗന്ധഗ്രാഹി. കാഴ്ചയിൽ ഉപയോഗിക്കുന്ന ലിപി ബ്രെയിൻ ലിപിയാണ്. ഓക്കെ. പിന്നെ ത്വക്കിൽ സ്പർശഗ്രാഹിയുണ്ട്, മർദ്ദഗ്രാഹിയുണ്ട്, വേദനാഗ്രാഹി, ചൂടുഗ്രാഹി, തണുപ്പ് ഗ്രാഹിയൊക്കെ ഉണ്ട്. പ്ലനേറിയയ്ക്ക് പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഐസ്പോട്ടാണ്. ഐസ്പോട്ട്. ഷഡ്ഭുതങ്ങളുടെ കണ്ണ് ഏത് പ്രകാശഗ്രാഹികളെ കൂടിച്ചേർന്നതാണ്? ഒമാറ്റീഡിയ. പിന്നെ പാർശ്വവര ഏത് ജീവിയുടെ തുലനിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹിയാണ്? സ്രാവ്. നമുക്കൊന്നും ആവശ്യമില്ല. ജേക്കബ് സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ഗന്ധഗ്രാഹികളെയാണ് ഉത്തേജിപ്പിക്കുന്നത്? ജേക്കബ് സൺസ് ഓർഗൻ ഉത്തേജിപ്പിക്കുന്നത് പാമ്പിൻ്റെ ഗന്ധഗ്രാഹികളെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ആ ചാപ്റ്ററിൽ അത്രയാണ് വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററുണ്ട്, സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ, ഹോർമോണൊക്കെ വരുന്നൊരു ചാപ്റ്ററാണ്. അത് നോക്കാം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അന്തസ്രാവി വ്യവസ്ഥയാണ്. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോൺ എന്ന് പറയുന്നത്. ഏതിലൂടെയാണ് ഹോർമോണൊക്കെ പോകുന്നത്? രക്തത്തിൽ കൂടി ആയിരിക്കും പോകുന്നത്. ഓക്കെ. ഹോർമോൺ രക്തവുമായിട്ട് ചേരുന്നുണ്ട്. ഹോർമോൺ തന്മാത്രയുമായിട്ട് ഗ്രാഹി കോശങ്ങൾ ബന്ധിച്ച് രൂപപ്പെടുന്ന സംയുക്തമാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് പറഞ്ഞത്. ദഹനഫലമായിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകൾ ഉണ്ടാവുമല്ലോ, അത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്ത് ഊർജ്ജോൽപാദനത്തിനായിട്ട് കേന്ദ്രങ്ങളിൽ എത്തിക്കാനായിട്ട് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എന്തിനാണ്? ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്തിട്ട് അതിനെല്ലായിടത്തേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് അന്തസ്രാവി ഗ്രന്ഥി ശ്രമിക്കുന്നു. ആ അന്തസ്രാവി ഗ്രന്ഥിയുടെ പേരാണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞത്. അന്തസ്രാവി ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ട് പക്വാശയമുണ്ട്, അവിടേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞത്. പാൻക്രിയാസിൽ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞാൽ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് ഇൻസുലിൻ. പാൻക്രിയാസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിലെ കോശങ്ങളാണ്. പാൻക്രിയാസിലെ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ. പാൻക്രിയാസിലെ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? ഏത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും? ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇതേ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനെയാണ്? ഗ്ലൂക്കഗോണിനെയാണ്. ഓക്കെ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാ? ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഇൻസുലിനാണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നതോ? ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിന്. ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. ഓക്കെ. രക്തത്തിലെ ഗ്ലൂക്കോസ് എത്ര അളവിലുണ്ട്? സാധാരണ 70 to 110 mg/100 ml ആണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരും. തൈറോക്സിൻ ഉണ്ടാക്കാൻ പറ്റാതെ ഒരു അയഡിൻ കുറയുമ്പോൾ അപ്പോൾ ഈ ഗ്രന്ഥി അമിതമായിട്ട് വളരും, അതാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 to 11 mg/100 ml ആണ്.
രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ എന്ത് പറ്റും? രക്തത്തിൽ കാൽസ്യം കൂടി കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നു എന്ന് തോന്നുമ്പോൾ അത് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും, അതാണ് കാൽസിറ്റോണിൻ. കാൽസ്യം കുറയുമ്പോൾ ഇനി രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. കാൽസ്യം കൂടുമ്പോൾ കാൽസ്യം ടൺ കണക്കിന് കൂടുമ്പോൾ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി അത് ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് പാരാതെർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടഞ്ഞ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നത് പാരാതെർമോണാണ്. മനുഷ്യരിൽ കാൽസ്യത്തിൻ്റെ അളവ് സ്ഥിരമായിട്ട് നിർത്താൻ സഹായിക്കുന്ന ഹോർമോൺസാണ് ഈ പാരാതെർമോണും കാൽസിറ്റോണിനും. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തിനെ സംഭരിക്കുന്ന അസ്ഥികളിലായിരിക്കും. മാറലിൻ്റെ പിന്നിലായിട്ടുള്ള അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ തൈമസ് എന്ന് പറയുന്നത്. തൈമസ് എന്താണ്? മാറലിൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് അന്തസ്രാവി ഗ്രന്ഥിയാണ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായിരിക്കും, ആക്റ്റീവായിരിക്കും. വലുതാകും തോറും ചുരുങ്ങി ചെറുതാകും. തൈമോസിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ തൈമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് തൈമോസിൻ. യുവത്വ ഹോർമോണാണ് തൈമോസിൻ. ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുന്ന തൈമോസിനാണ് ടി ലിംഫോസൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്നുള്ള ഹോർമോണാണ് അഡ്രിനാലിൻ. അതിൻ്റെ വേറെ പേരാണ് എപ്പിനെഫ്രിൻ. എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്നതാണ്. പോരാടാനും പിന്തിരിഞ്ഞോടാനും ഒക്കെ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. എപ്പിനെഫ്രിനും അഡ്രിനാലിനും. നോർ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്നൊരു ഹോർമോൺ ഉണ്ട്, അതാണ് അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ശരീരത്തിലെ മാംസം, കൊഴുപ്പ് ഇവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മാണം നടത്തുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. മാംസത്തിനും കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുക. ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന വൃക്കയിലുള്ള ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. മാംസം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മാണം നടത്തുന്നതാണ് കോർട്ടിസോൾ. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കോർട്ടിസോളിനെയും അൾഡോസ്റ്റിറോണിനെയും പിന്നെ ലൈംഗിക ഹോർമോണാണ്. സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കുറേ കൂടി സമയം നിലനിർത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, പരിപാലിക്കാൻ വേണ്ടി. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ള ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ജൈവഘടികാരം എന്ന് വിളിക്കുന്ന പീനിയൽ ഗ്രന്ഥിനെയാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ശരീര വളർച്ചയ്ക്ക് പിന്നിലുള്ള ഒരു ഹോർമോണാണ് പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ശരീര വളർച്ചാഘട്ടത്തിലെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണിൻ്റെ പേര് സൊമാറ്റോട്രോപ്പിൻ എന്നാണ്. ഈ സൊമാറ്റോട്രോപ്പിൻ കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വം ഉണ്ടാകും, അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വാമനത്വം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വളർച്ചാ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീയൂഷഗ്രന്ഥിയാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിലെ ലൈംഗിക പ്രവർത്തനം നിയന്ത്രിക്കുന്നത് മെലാറ്റോണിനാണ്. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത് പീനിയൽ ഗ്രന്ഥി ഉണ്ട്. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമമൊക്കെ പരിപാലിക്കാൻ സഹായിക്കും മെലാറ്റോണിനാണ്. പിന്നെ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും കൂടെയാണ് സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെടുന്ന കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ പിന്നെയും അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് പറ്റും എന്നറിയോ? താടിയെല്ലും വിരലുകളും ഒക്കെ അവിടത്തേക്ക് അസ്ഥികൾ വളരും. ആ അവസ്ഥയാണ് അക്രോമെഗലി. ഇപ്പോൾ സൊമാറ്റോട്രോപ്പിൻ കൂടുമ്പോഴാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിൻ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിരലിൽ താടിയിലൊക്കെ അവിടത്തേക്ക് അസ്ഥികൾ വളരും, അതാണ് അക്രോമെഗലി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയാണ് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞത്. ട്രോപ്പിക് ഹോർമോണിൻ്റെ പ്രത്യേകത മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ACTH, അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. പുരുഷന്മാരിലെ വൃഷ്ണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിലെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് GTH, ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ നിന്നാണ്? ഹൈപ്പോതലാമസ് എന്നാണ്.
വാസോപ്രസിനും ഓക്സിറ്റോസിനും ഒക്കെ സംഭരിക്കുന്നത് പീയൂഷഗ്രന്ഥിയുടെ പിന്തളത്തിലാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിലാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് ഏത് വാസോപ്രസിനും ഓക്സിറ്റോസിനും സ്റ്റോർ ചെയ്യുന്നത് പീയൂഷഗ്രന്ഥിയുടെ പിന്തളത്തിലാണ്. ഗർഭാശയഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഖമാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. വൃക്കയിൽ നിന്നും ജലത്തിൻ്റെ പുനരാഗമനത്തിന് സഹായിക്കുന്നത് ADH വാസോപ്രസിനാണ്. ADHൻ്റെ ഫുൾ ഫോം ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ്. ADH എന്ന് വിളിക്കുന്നത് ഹോർമോണിന് ADH എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. രക്തത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കും വാസോപ്രസിൻ. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ എന്ത് പറ്റും? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കൂടെ കുറയും. അപ്പോൾ കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോത്പാദനത്തിനൊക്കെ നിയന്ത്രിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? അണ്ഡാശയത്തിൽ നിന്ന് വൃഷണത്തിൽ നിന്നും. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അണ്ഡോൽപാദന ആർത്തവ ചക്രത്തിനൊക്കെ നിയന്ത്രിക്കുന്നത് ഈസ്ട്രജൻ ആണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താനായിട്ട് അനിവാര്യമായത് പ്രൊജസ്ട്രോൺ ആണ്. പീയൂഷഗ്രന്ഥിയും അതുവഴി മറ്റ് അന്തസ്രാവ ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ച് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും ഹൈപ്പോതലാമസ്. റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതലാമസിലാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ ട്രോപ്പിക് ഹോർമോണുടെ ഉൽപ്പാദനത്തിൽ തടയാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറഞ്ഞിട്ട്. ഇൻഹിബിറ്ററി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. റിലീസിങ് ഹോർമോൺ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് തടയാനാണ് ഈ ഹൈപ്പോതലാമസ് ഈ ഇൻഹിബിറ്ററി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ പുറത്തേക്ക് ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന വസ്തുവാണ് ഫിറമോൺ. ഇണയെ ആകർഷിക്കുക, ഭക്ഷണ ലഭ്യത അറിയുക, സഞ്ചാരപാത നിർണ്ണയിക്കുക, അപകട സാധ്യത അറിയിക്കാനൊക്കെ ആയിട്ട് ഫിറമോൺ. കസ്തൂരിമാനിലെ കസ്തൂരി ഫിറമോണാണ്. വെരികിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോളൊക്കെ ഫിറമോൺസിന് എക്സാമ്പിളാണ്. സസ്യങ്ങളിൽ കോശവളർച്ച, കോശവിഭജനം, കോശവൈദ്യവൽക്കരണത്തിനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോകൈൻ. ഇനി അകറ്റി നിർത്താൻ രോഗങ്ങളെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുണ്ട്. എലിപ്പനിക്ക് കാരണമായ രോഗാണു ലെപ്റ്റോസ്പൈറ. ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിന് ചുവപ്പ് നിറം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണെന്നറിയോ? ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിന് ചുവപ്പ് നിറമൊക്കെ എലിപ്പനിക്ക് കാരണമാണ്. എലിപ്പനിയുടെ ലക്ഷണമാണ്. എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറയാണ്. മൂക്ക്, തൊണ്ട ഇവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഈ ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള. മൂക്കിൻ്റെയും തൊണ്ടയുടെയൊക്കെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്നത്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ഏത് രോഗത്തിൻ്റെ രോഗകാരിയാണ്? ഈ തൊണ്ടമുള്ളിൻ്റെ ഡിഫ്തീരിയയുടെ രോഗകാരിയുടെ പേരാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ക്ഷയം ബാധിക്കുന്ന ശരീരഭാഗത നമ്മുടെ ശ്വാസകോശത്തിനെയും വൃക്കേനെയും അസ്ഥി സന്ധികളെയൊക്കെ ബാധിക്കും ക്ഷയം. ക്ഷയരോഗത്തെ തടയാനുള്ള വാക്സിനാണ് BCG. ക്ഷയരോഗത്തിന് രോഗകാരിയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസ്. ഇനി ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് HIV ബാധിക്കുന്നത്? HIV എങ്ങനെയൊക്കെയാണ്? HIV ബാധിതമായിട്ടുള്ള ലൈംഗിക സമ്പർക്കം, HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് HIV വരാം. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും ഉപയോഗിക്കുന്നതിലൂടെ HIV അടങ്ങിയ രക്തവും അവയവങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിലൂടെയൊക്കെ HIV പകരാം. എയ്ഡ്സ് ബാധിക്കുന്ന രക്തകോശം, എയ്ഡ്സ് ബാധിക്കുന്ന ലിംഫോസൈറ്റിനെ വൈറസുകൾ മൂലം കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം. വൈറസാണ് കാരണം. ഫംഗസ് രോഗങ്ങളാണ് വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട്. വട്ടച്ചൊറി അഥവാ റിങ് വേം, പിന്നെ അത്ലറ്റ്സ് ഫൂട്ടൊക്കെ ഫംഗസ് രോഗങ്ങൾക്ക് എക്സാമ്പിൾസാണ്. മലമ്പനിയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. മലമ്പനിയുടെ രോഗകാരിയാണ്. മലമ്പനി പരത്തുന്ന ഏത് കൊതുക് എന്നറിയാം? അനോഫിലസ് പെൺകൊതുകാണ് മലമ്പനി. അനോഫിലസ് പെൺകൊതുകാണ്. മന്ത് ക്യൂലെക്സ് പെൺകൊതുകും. ഓക്കെ, അനോഫിലസും ക്യൂലെക്സുമാണ്. മലമ്പനി പരത്തുന്ന അനോഫിലസും മന്ത് പരത്തുന്നത് ക്യൂലെക്സുമാണ്. ഓക്കെ, മന്ത് രോഗത്തിൻ്റെ രോഗകാരിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഫൈലേറിയൻ വിരയാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുക് എന്ന് പറഞ്ഞു. കൊതുകുകൾ വളരാനുള്ള ഉറവിടങ്ങൾ കുറയ്ക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് ആചരിക്കുന്ന ഡേ ആണ് ഡ്രൈ ഡേ എന്ന് പറഞ്ഞിട്ട്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, സെറാമിക്സ് ഇവയുടെയൊക്കെ ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്കും വരുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കണിൻ്റെ പ്രശ്നം സിലിക്കോസിസ്. കൽക്കരി ഖനികളിലാണെങ്കിൽ ന്യൂമോകോണിയോസിസ്. പിന്നെ സ്വർണം, ടിൻ, മൈക്ക ഖനികളിലും ക്വാറി, സെറാമിക്സിലൊക്കെ ഉള്ളവർക്ക് സിലിക്കോസിസ്. ആസ്ബസ്റ്റോസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ, അരിവാൾ രോഗമൊക്കെ. അരിവാൾ രോഗമൊക്കെ ജനിതക രോഗങ്ങൾക്ക് എക്സാമ്പിൾസാണ്. ഹീമോഫീലിയം, അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ.
ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. ചെറിയ മുറിവുണ്ടാലും ബ്ലഡ് ഒത്തിരി പോകും. അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ്, BP ആണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം എന്തൊക്കെയാണ്? മദ്യപാനം, പിന്നെ മാനസിക സംഘർഷം, വ്യായാമം ഇല്ലായ്മയൊക്കെയാണ്. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഇൻസുലിൻ കുറയുമ്പോൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാവുന്നതുകൊണ്ടുള്ള രോഗമാണ് ഫാറ്റി ലിവർ. മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടി രക്തപ്രവാഹം ഒഴുകുമ്പോൾ ഉണ്ടാകുന്നതാണ് പക്ഷാഘാതം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുമ്പോൾ നമ്മുടെ മനുഷ്യരിൽ കാണുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ BP. കൊഴുപ്പടിഞ്ഞിട്ട് ധമനികളുടെ വ്യാസം കുറയുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിലാണ് കൊഴുപ്പടിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാകും. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് ജന്തുക്കൾക്കും ഉണ്ട് ഇങ്ങനത്തെ രോഗങ്ങൾ. കുളമ്പ് രോഗം വൈറസാണ് കാരണം. അന്ത്രാക്സ് അകിടുവീക്കത്തിനൊക്കെ കാരണം ബാക്ടീരിയയാണ്. പിന്നെ നെൽച്ചെടിയിൽ ബ്ലൈറ്റ് രോഗമുണ്ട്. വഴുതനയിലെ വാട്ടരോഗം ബാക്ടീരിയ കാരണമാണ്. പയറ് മരിച്ചിനിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗമൊക്കെ വൈറസ് കാരണം ഉണ്ടാവുന്നതാണ്. പിന്നെ കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പുചീലും ഫംഗസാണ് കാരണം. ഇനി പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. അതിൽ രോഗാണുക്കളെ ശരീരത്തിൽ പ്രവേശനം തടയാൻ വേണ്ടിയിട്ട് ശരീരത്തിന് പ്രതിരോധ ശേഷി എന്നൊരു കഴിവുണ്ട്. ത്വക്ക് ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, രോഗാണുക്കളെ കടക്കാതെ നോക്കും. പിന്നെ ഉമിനീര്, കണ്ണുനീര്, ശ്ലേഷ്മമൊക്കെ കണ്ണിൽ കൂടെയുള്ള രോഗപ്രതിരോധത്തിന് സഹായിക്കും. പിന്നെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് സഹായിക്കുന്ന ശരീര ആവരണങ്ങളാണ് ത്വക്കും ശ്ലേഷ്മസ്തരവും. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് രക്തവും ലിംഫും. ത്വക്കിൽ പുറമേ കാണുന്നത് എപ്പിഡെർമിസ് ആണ്. കെരാറ്റിൻ കാണപ്പെടുന്ന ത്വക്കിലെ പാളിയാണ് എപ്പിഡെർമിസ് എന്ന് പറഞ്ഞത്. സെബം ഉൽപ്പാദിപ്പിക്കുന്ന ത്വക്കിലെ ഗ്രന്ഥി സെബിഷ്യസ് ഗ്രന്ഥിയാണ്. ത്വക്കിന് എണ്ണമയമുള്ളതും വെള്ളം പിടിക്കാത്തതുമാക്കുന്ന ദ്രവമാണ് സെബം എന്ന് പറയുന്നത്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി സ്വേദഗ്രന്ഥിയാണ്. സിലിയകോശങ്ങൾ ശ്ലേഷ്മസ്തരത്തിലാണ് കാണുന്നത്. ഓക്കെ. പിന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മുടെ ചെവിയിലെ മെഴുക്, മൂക്കിലെ ശ്ലേഷ്മവും കണ്ണുനീർ ലൈസോസയും ഒക്കെ. രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന ആമാശയത്തിലെ സ്രവമാണ് HCl. ഓക്കെ. പിന്നെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനം ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. പിന്നെ വീങ്ങൽ പ്രതികരണത്തിൽ ശ്വേതരക്താണുക്കൾ രക്തക്കൊഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തിച്ചേരും. ശ്വേതരക്താണുക്കൾ രക്തക്കൊഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് വരും. അതിനാണ് രക്തലോമികൾ. ലോമികളിലൂടെയാണ് വരുന്നതെന്ന്. പിന്നെ ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് പറഞ്ഞത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ്. അതിന് സഹായിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെ ഫാഗോസൈറ്റ് എന്ന് വിളിക്കും. ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. ഫാഗോസൈറ്റിൻ്റെ ഘട്ടത്തിൽ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്ന എൻസൈമാണ് ലൈസോസൈമിലെ എൻസൈമുകൾ. രക്തം കട്ടപിടിക്കൽ പ്രതിരോധത്തിൽ മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളൊക്കെ ശിഥിലീകരിച്ചിട്ട് ഒരു രാസാഗ്നി ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. രക്തം കട്ടപിടിക്കൽ പ്രതിരോധത്തിൽ മുറിവേറ്റ ഭാഗത്തെ കലകളെയും പ്ലേറ്റ്ലെറ്റുകളൊക്കെ ശിഥിലീകരിച്ച് ഉണ്ടാക്കുന്നതാണ് ത്രോംബോപ്ലാസ്റ്റിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ K ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഓക്കെ. ത്രോംബിൻ എന്ന രാസാഗ്നിയുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകം പ്രോത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ, കാൽസ്യവും വിറ്റമിൻ Kയും. ത്രോംബിൻ ഉൽപ്പാദനം സഹായിക്കുന്ന വിറ്റമിൻ K ആണ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പരിശോധിക്കാനുള്ള ടെസ്റ്റാണ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, APTG എന്ന് പറയും. അതിൻ്റെ സാധാരണ മൂല്യം 30 തൊട്ട് 40 സെക്കൻഡ് വരെയാണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണ രക്തസ്രാവത്തിൻ്റെ ദൈർഘ്യം 2 മുതൽ 7 മിനിറ്റ് വരെയൊക്കെയാണ് വരുന്നത്. മനുഷ്യർ രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം. നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ 37°C ആണ്, 98.6. ഇതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ വന്നാൽ പനി എന്ന് പറയും. രോഗാണുക്കളുടെ സവിശേഷത പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതി പ്രതിരോധം തീർക്കുന്നതാണ് ശരീരത്തിൻ്റെ പൊതുവായ പ്രതിരോധം ഭേദിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ രോഗകാരികൾ എത്തിക്കഴിഞ്ഞാൽ അവയെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന രക്തകോശങ്ങളെ ലിംഫോസൈറ്റ് എന്ന് പറയും. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെ അന്യവസ്തുക്കളെയൊക്കെ ആൻറ്റിജൻ എന്ന് വിളിക്കും. ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതാണ് പ്രത്യേക പ്രതിരോധം. ലിംഫോസൈറ്റ് 2 ടൈപ്പ് ഉണ്ട്. ലിംഫോസൈറ്റ് രൂപം കൊള്ളുന്ന അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റിൻ്റെ പേരാണ് ബി ലിംഫോസൈറ്റ് ഒഴികെയുള്ള ലിംഫോസൈറ്റുകളൊക്കെ പാകപ്പെടുന്നത് തൈമസിൽ വെച്ചിട്ട്, തൈമസ് ഗ്രന്ഥിയിൽ. ഓക്കെ. ആ ലിംഫോസൈറ്റാണ് ടി തൈമസ്. പിന്നെ അസ്ഥിമജ്ജയിൽ ഉണ്ടാകുന്നത് ബി ലിംഫോസൈറ്റ്. ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. ഈ ടി ലിംഫോസൈറ്റ് മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കും. വൈറസ് ബാധിച്ച കോശങ്ങളെയൊക്കെ അത് നശിപ്പിക്കും ടി ലിംഫോസൈറ്റ്. ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കും ടി ലിംഫോസൈറ്റ്. അത്
ടി ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് ഒഴികെയുള്ള ബാക്കി ലിംഫോസൈറ്റുകളെയാണ് അങ്ങനെ വിളിക്കുന്നത്, ടി ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായ ആൻറ്റിബോഡികളാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അത് വൈ ഷേപ്പാണ്, അതൊരു മാംസളി പ്രോട്ടീനാണ്. പിന്നെ 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനുണ്ട്. രക്തത്തിൽ രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ദ്രവമാണ് ലിംഫ്. രക്തത്തിലുണ്ടായി രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യും. ലിംഫിൽ കാണപ്പെടുന്ന ലിംഫോസൈറ്റുകൾ രോഗകാരികളായ ബാക്ടീരിയകളെ എവിടെ വെച്ചാൽ നശിപ്പിക്കുന്നത്? ലിംഫ് നോഡ്, സ്പ്ലീനിലൊക്കെ വെച്ച് നശിപ്പിക്കും. ഓക്കെ, ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഉപജ്ഞാതാവാണ് എഡ്വേർഡ് ജെന്നർ. ഗോവസൂരി ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ്. വാക്സിനേഷൻ എന്ന പേര് ലാറ്റിൻ വാക്കായ വാക്കാന്നുണ്ടായതാണ്. പശു എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കുന്ന മാർഗ്ഗമാണ് പ്രതിരോധവൽക്കരണം. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പ്രതിരോധ വസ്തുക്കളെ വാക്സിനുകൾ എന്ന് വിളിക്കും. BCG വാക്സിൻ ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട്. OPV ഓറൽ പോളിയോ വൈറസ് പോളിയോയായിട്ട് ബന്ധപ്പെട്ടതാണ്. പെൻറ്റാവാലൻ വാക്സിൻ ഉണ്ട്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പെൻറ്റാവാലൻ്റ് വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് B, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയായിട്ട് ബന്ധപ്പെട്ടതാണ് പെൻറ്റാവാലൻ്റ്. MMR വാക്സിൻ ഉണ്ട്. മുണ്ടുനീര്, റുബല്ല, 5-ാം പനി. MMR മുണ്ടുനീര്, പിന്നെ റുബല്ല, പിന്നെ നമ്മുടെ മീസിൽസ് ഉണ്ടല്ലോ 5-ാം പനി, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് MMR. TT വാക്സിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇത് രോഗത്തിനെതിരെയാണ്, കുതിരസന്നിക്കെതിരെയാണ്. പാരമ്പര്യ ചികിത്സ രീതികൾക്ക് ഉദാഹരണം യുനാനി, സിദ്ധവൈദ്യം, പഞ്ചകർമ്മ, പ്രകൃതി ചികിത്സ. ഇന്ത്യയിൽ നിന്നാണ് ആയുർവേദം ഉടലെടുത്തത്. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാനാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രമാണ് ഹിപ്പോക്രാറ്റസ്. EEG മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് EEG ഉപയോഗിക്കുന്നുണ്ട്. EEGയുടെ പൂർണ്ണരൂപം എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ECG ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്ത്രാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിക്കും. ആന്ത്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യം ലഭിക്കാൻ വേണ്ടിയാണ് CT സ്കാനർ. CT സ്കാനറാണ് ത്രിമാന ദൃശ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനർ. CT സ്കാനറിൻ്റെ പൂർണ്ണരൂപമാണ് കമ്പ്യൂട്ടേറ്റഡ് ടോമോഗ്രഫി സ്കാനർ. ആന്ത്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപകരണമാണ് MRI സ്കാനർ. MRI എന്ന് പറയുന്നത് ആന്ത്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപകരണമാണ്. ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നത് CT സ്കാനാണ്. അതുപോലെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപകരണമാണ് MRI സ്കാനറും. പിന്നെ MRI സ്കാനറിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്നാണ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധമാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആൻറ്റിബയോട്ടിക് 1928 കണ്ടെത്തുന്നത്. ഏത് ഫംഗസിനാണ് ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തിയത്? പെൻസിലിയം നോട്ടറ്റം എന്ന് പറഞ്ഞ ഫംഗസിന് ബാക്ടീരിയനെ നശിപ്പിക്കാമെന്ന്. 2018 ഒക്ടോബറിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് രക്തം കൈമാറ്റം ചെയ്യുന്നതിന് രക്തനിവേശനം എന്ന് പറയും. രക്തദാനം ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. എത്ര മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം? 3 മാസത്തിലൊരിക്കൽ ദാനം ചെയ്യാം. AB-O ബ്ലഡ് ഗ്രൂപ്പാണ്. എയിലെ ആൻറ്റിജൻ A, ആൻറ്റിബോഡി B. ബിയിലെ ആൻറ്റിജൻ B, ആൻറ്റിബോഡി A. AB-യിൽ ആൻറ്റിജൻ Aയും Bയും ഉണ്ട്, ആൻറ്റിബോഡി ഇല്ല. Oയിൽ ആൻറ്റിജനും ഇല്ല, ആൻറ്റിബോഡി Aയും Bയും ഉണ്ട്. പിന്നെ പോസിറ്റീവ് രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന RH ഫാക്ടറാണ്. RH ഫാക്ടർ ഉള്ളത് RH പോസിറ്റീവും ഇല്ലാത്ത RH നെഗറ്റീവും. പിന്നെ പ്രതിരോധ കവചം തീർക്കുന്ന സസ്യങ്ങളുടെ സംവിധാനമാണ് കോശഭിത്തി സസ്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ. ഇനി മനുഷ്യനിൽ എത്ര ക്രോമസോം ഉണ്ട്? 46 ആണ്. എത്ര ക്രോമസോമുകളുണ്ട്? 46 മറക്കണ്ട. അത്യാവശ്യം എല്ലാം ബയോളജിയുടെ SCRT ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നാളെയുടെ ജനിതകം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് 10ാം ക്ലാസ്സിൽ. അതിനകത്തൊരു പോയിൻ്റ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ CRISPR-Cas9 എന്ന് പറഞ്ഞിട്ട് CRISPR CRISPR-Cas9 അതൊരു ജനിതക കത്രികയാണ്, ജനിതക എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ പിതാവ് അലക് ജെഫ്രിയാണ് ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ പിതാവാണ്. പിന്നെ മനുഷ്യ ജീനോം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1990 ജൈവസാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അത്യാവശ്യം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ റിവിഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ അടുത്തടുത്ത സബ്ജക്ട്സിൻ്റെ റിവിഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ് മീറ്റിംഗ് കാണാം.